السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. കേൾക്കുന്ന ആള് ഒരു സദസ്സിൽ പോയിരുന്നു, മൈത്തിസ്കാരത്തിന് വന്നതാന്ന് വിചാരിക്കുക, ഇസ്ലാമിക് സെന്ററിൽ. അത് കഴിഞ്ഞിട്ട് യാസീൻ ഓതി ദ്വാരക്കാൻ, പടച്ചോനെ എനിക്ക് യാസീൻ അറിയില്ലല്ലോ, എന്നാലും ഇരുന്നൊന്ന് കേട്ടേക്ക്. കാണാതെ അറിയില്ല, മനപ്പാടമില്ല, എന്നാലും മുസ്തമിഇഹ, ഓതുന്നത് കേട്ടിരിക്കുക. ഓതാൻ കഴിയാത്ത ആളാണ്, പഠിച്ചിട്ടില്ല എന്ന് കേട്ടിരിക്കുക. കേൾക്കുന്ന ആൾക്ക് പൊറുക്കപ്പെടുകയും ഓതുന്ന ആൾക്ക് ശഫാഅത്ത് ചെയ്യുകയും ചെയ്യുന്ന ഒരു സൂറ. ഇന്ന ഫിൽ ഖുർആനി ലസൂറത്തൻ, ഖുർആനിൽ അങ്ങനെ ഒരു സൂറയുണ്ട്. അലാ വഹിയ സൂറത്തു യാസീൻ. ആ സൂറക്ക് യാസീൻ എന്നാണ് പറയപ്പെടുന്നത്. തുദ്ആ ഫിത് തൗറാത്തി അൽ മുഇമ്മ, അല്ലാഹുവിന്റെ ഗ്രന്ഥമായ തൗറാത്തിൽ ഇതിന് സമാനമായ ഒരു പരാമർശം വന്നപ്പോൾ അല്ലാഹു ഈ യാസീനെ കുറിച്ച് പറഞ്ഞ ഭാഗം അൽ മുഇമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖീല, നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൽ മുഇമ്മ, എന്താണ് മുഇമ്മ എന്ന് പറഞ്ഞാൽ? തഉമ്മ സാഹിബഹാ ബിഖൈരിദ് ദുനിയ, ഈ ലോകത്തെ സർവ്വ ഖൈറുകളും ഒരാൾക്ക് വ്യാപിച്ചു കൊടുക്കുന്ന, ഒരാൾക്ക് പരത്തി കൊടുക്കുന്ന, ഒരാളെ മുഴുവനും ഉൾക്കൊള്ളുന്ന, ആം എന്ന് പറയില്ലേ, പരസ്യമായത്, എല്ലാവരെയും ബാധിക്കുന്നത്, അങ്ങ് പൊതിയുന്നത്, ആ ഒരർത്ഥം ഈ യാസീന് അൽ മുഇമ്മ എന്ന് പറയപ്പെടാറുണ്ട്. യാസീനിൻ അദ്ദാഫിഅ, ബലാഗ മുസീബത്തിനെ തടുക്കുന്നത്, വൽ ഖാദിയ, നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി തരുന്നത് എന്നർത്ഥത്തിൽ യാസീന് മുഇമ്മ എന്നും ദാഫിഅ എന്നും ഖാദിയ എന്നും പേരുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ഓതുന്ന സൂറത്താണ്, ഇങ്ങനെയൊക്കെ പുണ്യമുള്ള ഒരു സൂറത്താണെന്ന് മനസ്സിലാക്കുക. قال ابن عباس رضي الله تعالى عنه, അഥറാണ്, ഹദീസല്ല. ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ, അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ഇബ്ൻ അമ്മാൻ, അവരുടെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അവർ പറയാണ്, അവരിത് പറയുന്നത് നബി തങ്ങളിൽ നിന്ന് കേട്ടതുകൊണ്ടോ അറിഞ്ഞതുകൊണ്ടോ ആണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് സ്വഹാബത്തിന്റെ ഖൗലുകൾ ഹുജ്ജത്താണെന്ന് പറയാൻ കാരണം. ഒരു സ്വഹാബിയും താൻ ഇഷ്ടം പറയില്ല, നബി തങ്ങളിൽ നിന്ന് കേട്ടതോ അറിഞ്ഞതോ അവർ പറയുക. അവർ പറഞ്ഞു തരാണെന്ത്? മൻ ഖറഅ യാസീൻ ഹീന യുസ്ബിഹു, നേരം വെളുത്തപ്പോൾ യാസീൻ ഓതി. ഒന്നുമില്ല, വണ്ടിയിൽ പോവാണ്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്യൂ നിൽക്കുക എന്ന് പറഞ്ഞ ഏർപ്പാട് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്. നമ്മൾ ഇത്തിസാലത്തിൽ പോയി ഒരു ബില്ല് പേയ്മെന്റ് ചെന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലിയറൻസിന് നമ്മൾ എമിഗ്രേഷനിൽ ചെന്നു, ഒന്നുമില്ല, ഒരു ടോക്കൺ എടുത്തിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ല, ഒരു വിസ പ്രോസസ്സിങ്ങിന് പോയിരിക്കുകയാണ്. ഭയങ്കര ബോറൻ പരിപാടിയാണ് ഈ കാത്തിരിക്കുക എന്ന് പറഞ്ഞത്. അത് എയർപോർട്ട് കാത്തിരിക്കുകയാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ കാക്കുകയാണെങ്കിലും എവിടെ കാത്തിരിപ്പ് വല്ലാത്ത മുഷിപ്പാണ്, അല്ലേ? പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു മുതൽക്കൂട്ടാണ്. അരമണിക്കൂറുണ്ടോ? യാ അല്ലാഹ്, എനിക്ക് മിനിമം 4 യാസീനെങ്കിലും ഓതാലോ. അരമണിക്കൂറുണ്ടോ? ഞാനിതാ ഒരു നാരിയത്ത് സ്വലാത്ത് ചൊല്ലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ സ്വലാത്തുൽ ഇബ്രാഹിമിയെ ചൊല്ലാണ്, അല്ലെങ്കിൽ ഞാൻ ആയത്തുൽ കുർസി ഓതുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ദിക്ർ, ദുആഉൽ ഖർബ് ചൊല്ലുകയാണ്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്. ഞാനൊരു അൽഹംദുലില്ലാഹ് എന്നൊരു 100 പ്രാവശ്യം ചൊല്ലട്ടെ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 500 പ്രാവശ്യം. സമയമുണ്ടല്ലോ. ഈ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ആ സമയം ഉപയോഗപ്പെടുത്തുക. വാഹനത്തിലിരിക്കാൻ, പെട്ടെന്ന് ട്രാഫിക് ജാം, അതൊക്കെ പ്രതീക്ഷിക്കാലോ. കുറെ സമയം സിഗ്നലിൽ വെയിറ്റ് ചെയ്യാൻ, കുറഞ്ഞ നേരം കിട്ടിയിട്ടുണ്ട്, എന്നാ കുറച്ച് ദിക്റങ്ങ് ചൊല്ലിയേക്കാം. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുള്ള സമയമാണ്. ഖുർആന്റെ ഒക്കെ CD-കളോ അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ USB-കളൊക്കെ കിട്ടിയാൽ നമുക്ക് ഒരുപാട് സൂറത്തുകൾ ഇങ്ങനെ കേൾക്കാൻ പറ്റും. യാത്രയിൽ വാഹനമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ വാഹനത്തിൽ ഒരുപാട് നമുക്ക് സമയം ഉപയോഗിക്കാൻ പറ്റും. കേട്ടുകൊണ്ട് ആ സമയം മുതലെടുക്കാൻ പറ്റും. സൂറത്ത് യാസീൻ രാവിലെ ഓതുകയാണ്, ഡ്യൂട്ടിക്ക് പോവാൻ, നടന്നു പോകണം, അല്ലെങ്കിൽ വാഹനത്തെ ഓടിച്ചു പോകണം, മിനിമം ഒരു 10 മിനിറ്റ് സമയമുണ്ട്. പോകുന്ന പോക്കിൽ രാവിലെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്, ഒരു യാസീൻ ഓത്. റൂമിലേക്ക് എത്തുമ്പോഴേക്കും യാസീനായി. അത് ഓതിക്കഴിഞ്ഞാൽ ഹീന യുസ്ബിഹു, നേരം പുലരുമ്പോൾ യാസീൻ ഓതിയാൽ, വഅതിയ യുസ്റ യൗമിഹി, ആ ദിവസത്തിന്റെ ആശ്വാസം അയാൾക്ക് നൽകപ്പെടുമെന്ന് അല്ലാമ ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഹീന യുംസി, അയാൾ ആ വൈകുന്നേരം ആകുന്നത് വരെ
രാവിലെ നമ്മളൊക്കെ ഡ്യൂട്ടിക്ക് പോകാൻ ഈ ജോലി വലിയ ടെൻഷനാണല്ലോ, ഭയങ്കര ടെൻഷനാണ് എല്ലാവരുടെ ജോലി. ഞാൻ വിചാരിക്കും എൻ്റെ ജോലി ആയിരിക്കും ഭയങ്കര പ്രയാസമാണ്, കുട്ടികളെ പഠിപ്പിക്കലും സ്കൂളിലും. വേറെ അക്കൗണ്ടന്മാരെ നോക്കും പഠിച്ചു തന്ന ഒരു അക്കന്മാരെ ഒരു ശമ്പളം പോയി പോകും. ഓരോരുത്തരുടെ ജോലിക്കും അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. ഒരു റഫ്തീരിയക്കാരൻ ചിന്തിക്കുന്ന പഠിച്ചവൻ എൻ്റെ അത്ര അതാപുള്ള ഒരു ജോലി ലോകത്തുണ്ടാവില്ല എന്ന്. ഒരു ഹൗസ് ഡ്രൈവർ ആയിരിക്കുന്ന ഒരു സാധു വിചാരിക്കുക, റബ്ബെ ഇങ്ങനെ കയറില്ലാതെ കെട്ടിയിടുന്ന ഏർപ്പാട് ഞാനല്ലാതെ ലോകത്ത് ഒരാൾ അനുഭവിക്കുന്നുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കുക, എന്നെ പോലെ വേറെ ആരും ഉണ്ടാവില്ല, സത്യത്തിൽ ഓനെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നാണ്. നമ്മളൊക്കെ ഈ ജോലിയിൽ ആശ്വാസം കിട്ടാൻ ആഗ്രഹിക്കുന്നവരാ. നേരം വെളുത്തൊരു വൈകുന്നേരം ആകുമ്പോഴേക്കൊന്ന് റാഹത്താവണം, അല്ലേ? കൂടെയുള്ള കൊലീഗ്സ്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മുടെ സീനിയർ ലീഡർഷിപ്പ് ടീം, നമ്മുടെ ലൈൻ മാനേജേഴ്സ്, നമ്മുടെ ഓഫീസേഴ്സ്, നമ്മുടെ മേലെ ഉത്തരവാദിത്തമുള്ള ആളുകൾ, നല്ല പെരുമാറ്റം. നമ്മുടെ ജോലി മര്യാദയ്ക്ക് നമ്മൾ ചെയ്യേ പറ്റൂ കേട്ടോ. നമ്മൾ ജോലി ചെയ്യാതെ ഖുർആൻ ഓതാൻ പോയിരിക്കരുത്. ജോലി അള്ളാഹുവിന് വേണ്ടി ആ മുതലാളിയുമായി നമ്മൾ ഏറ്റെടുത്ത കരാറാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുക. ഖുർആൻ ഓദിക്കോ. ജോലി മാറ്റി വെച്ചിട്ട് നേരെ പള്ളിയിൽ പോയിട്ടിരിക്കുക, നിസ്കാരം കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ എവിടെ നിസ്കരിക്കാൻ പറ്റൂല ഈ കമ്പനിയിൽ? നിസ്കരിക്കാൻ പറ്റും അങ്ങനെ ചോദിക്കുന്ന വളവന്മാരുണ്ട്. അതല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇബാദത്ത് ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് വിഘാതമായിട്ടൊന്ന് ചെയ്തുകൂടാ. നമ്മളെ ചെയ്യുന്ന ജോലി തന്നെ ഇബാദത്താണ്. നമ്മളെ ചെയ്യുന്ന ജോലി തന്നെ ഇബാദത്തല്ലേ? അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി മുന്നിട്ടിറങ്ങുകയാണ്. അപ്പൊ എപ്പോഴും നമുക്ക് ടെൻഷൻ ഉണ്ട്, റബ്ബേ ഇന്ന് ചെന്നിട്ട് ഒരു കാര്യമായ ഒരു ചീത്ത പറച്ചിലൊന്നും ഇല്ലാതെന്ന് രക്ഷപ്പെട്ട് കിട്ടണം. യാസീൻ ഓതിട്ട് പോയി നോക്കി. ജോലിക്ക് പോകുമ്പോൾ യാസീൻ ഓതുക, അല്ലെങ്കിൽ ഒരു ആയത്തുൽ കുർസി ഓതി പോവുക. യാസീൻ പരീക്ഷിച്ചു നോക്കി. നാളെ മുതൽ തുടങ്ങി. എന്തെങ്കിലും ടെൻഷനോ ബുദ്ധിമുട്ടുണ്ടാവാൻ വേണ്ടി കാത്തിരിക്കല്ലേ. അത് ഇല്ലാത്തവരും തുടങ്ങി, ഉള്ളവരെ എന്തായാലും ഓതുക. ആ ഒരു പ്രഭാതത്തിൽ യാസീൻ ഓതി ഇറങ്ങിയാൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അല്ലാഹു തആല പ്രയാസങ്ങളൊക്കെ അയാളെ അകറ്റിത്തരും. വമൻ ഖറഅഹാ ഫീ സ്വദ്രി ലൈലതിഹി ഉഅതിയ യുസ്റ ലൈലതിഹി ഹത്താ യുസ്ബിഹ. രാത്രിയായി കഴിഞ്ഞ് യാസീൻ ഓതിയാൽ നേരം പുലരുന്നത് വരെ അല്ലാഹു ആശ്വാസം തരും. അല്ലാഹു ആശ്വാസം നമുക്ക് നൽകുമാറാകട്ടെ. യഹ്യ ഇബ്നു അബീ കസീർ റഹിമഹുല്ലാഹ് അവർ പറയാണ്, ബലഗനി, ഒരുപാട് ആലിമീങ്ങളിൽ നിന്ന് എൻ്റെ അനുഭവം ഇങ്ങനെയാണ്. മൻ ഖറഅ സൂറ യാസീൻ, യാസീൻ ഓതുന്ന ആളുകൾ ലൈലൻ, രാത്രി യാസീൻ ഓതി കഴിഞ്ഞാൽ ലം യസൽ ഫീ ഫറഹിൻ ഹത്താ യുസ്ബിഹ, നേരം പുലരുന്നത് വരെ സന്തോഷം ഉണ്ടാവും. ഇപ്പൊ വീട്ടിൽ സന്തോഷമില്ലാത്ത ആളുകളുണ്ടാവും, റൂമിൽ ചെന്ന സന്തോഷമല്ല. അങ്ങനെ ഈ വീട്ടിൽ സന്തോഷമില്ലാതിരിക്കുമ്പോഴാണ് ഒരുപാട് പുതിയാപ്പിളമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഒരുപാട് സമയം വൈകി പുരയിലേക്ക് എത്തുന്നത്. നേരം വൈകി പുരയിലേക്ക് എത്താൻ ഒരു കാരണം അതാണെന്നാണ്. അവിടെ ചെന്നിട്ട് എൻ്റെ പെണ്ണുങ്ങളുടെ മുഖം കാണണ്ടേ, അവളുടെ വർത്തമാനം കേട്ടാൽ എനിക്ക് തലപ്പിരാന്ത് വന്നു, അതുകൊണ്ട് കുറേ നേരം അവൾക്കൊന്ന് ഉറങ്ങാനാവട്ടെ, അപ്പം കയറി ചെല്ലാം. ഒരു സമാധാനം പുരക്കില്ലാത്തവർ, പുരയിൽ സമാധാനമില്ലാത്തവർ നിരന്തരമായി പൊതുപ്രവർത്തനം ഇറങ്ങാറുണ്ട്. ചില പൊതുപ്രവർത്തകരിൽ അങ്ങനെ കാണാറുണ്ടെന്നാണ്. ഒരു എസ്കേപ്പിംഗ് നേച്ചർ. എന്താ വെച്ചാൽ പുരയിൽ വല്ല സമാധാനമൊന്നുമില്ല, എന്നാൽ പിന്നെ നമ്മൾ KMCC ആയിട്ട് നടക്കുക. അങ്ങനെയല്ല, എല്ലാം വേണം. KMCC വേണം, പൊതുപ്രവർത്തനം വേണം, വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വേണം. എസ്കേപ്പ് ചെയ്യും പുരയിൽ സമാധാനം ഇല്ലാത്തതുകൊണ്ട്. മുഴുവൻ സമയം നാട്ടുകാരൊപ്പം, പുരക്കാരൊപ്പം നിൽക്കാൻ തന്നെ പറ്റുന്നില്ല. അതൊക്കെ വലിയ പരീക്ഷണങ്ങളാണ്, അതൊക്കെ അതിജീവിക്കാൻ പറ്റണം. യാസീൻ ഓതി നോക്കുക, അതൊരു ശിഫാഇന്റെ കാരണമാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. മുഅ്മിനീങ്ങൾക്ക് ആശ്വാസമായിട്ടും ഹൃദയത്തിന് ശാന്തിയായിട്ടും വിശുദ്ധ ഖുർആനിൽ ശിഫയായിട്ടും ഞാൻ ഇറക്കിയിട്ടുണ്ടല്ലോ. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. ദുൽമ് ചെയ്യുന്നവർ, അല്ലാഹു പറഞ്ഞത് കേൾക്കാതെ നടക്കുന്ന ആളുകൾക്ക് പരാജയമേ അല്ലാഹു വരുത്തി വെക്കുകയുള്ളൂ. അവസാനം പരാജയത്തിലേക്കാണ്. എന്നാൽ മുഅ്മിനീങ്ങൾക്കോ എപ്പോഴും ശിഫയാണ്, എപ്പോഴും ആശ്വാസമാണ്, അവർക്ക് പ്രയാസമില്ല. ആ ആശ്വാസം കിട്ടാനുള്ള ഒരു കാരണം യാസീൻ ഓതലാണെന്ന് യഹ്യ ഇബ്നു അബീ കസീർ റഹിമഹുല്ലാഹ്. നേരം വരുന്നവരെ വീട്ടിൽ സന്തോഷം ഉണ്ടാകും. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. നിങ്ങളുടെ വീടുകളിൽ ആശ്വാസം തരുന്നത് അല്ലാഹുവാണ്. വല്ലാഹു ജഅല ലക്കും, അല്ലാഹു നിങ്ങൾക്ക് ആക്കി തരാണ്. മിൻ ബുയൂതികും സകനാ, വീടിന്റെ ഉള്ളിൽ ആശ്വാസം തരുന്നത് അല്ലാഹുവാണ്. നമ്മൾ മനസ്സിലാക്കണം, വീട് വലിയ പോയിന്റ് അടിച്ചിട്ടൊന്നും പുരയിൽ സമാധാനം കിട്ടൂല. പുരയിൽ 4 ബെഡ്റൂം ഉണ്ട്, അതൊന്നുമല്ല സമാധാനത്തിന്റെ കാരണം. വല്ലാഹു, അല്ലേ,
അല്ലാഹുവാണ് നിങ്ങളെ ചിരിപ്പിക്കുന്നത്, അല്ലാഹുവാണ് കരയിപ്പിക്കുന്നത്. എന്തൊരു അത്ഭുതമുള്ള ആയത്താണ്. അല്ലാഹുവാണ് നിങ്ങളെ ചിരിപ്പിക്കുന്നത്, അല്ലാഹുവാണ്. ചിരിപ്പിക്കുക, സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറഞ്ഞ് ഭയങ്കര അത്ഭുതമാണ്. ഈ കൊമേഡിയൻസ് ഒക്കെ അള്ളാഹുവിനോട് ഭയങ്കര നന്ദി ചെയ്യണമെന്ന് അവർ പറയുന്ന ഈ കോമഡി ജനങ്ങൾക്ക് തിരിയുന്നത് അള്ളാഹു ജനങ്ങളുടെ ബ്രെയിനിൽ ചെയ്ത പ്രോഗ്രാമിംഗ് കാരണത്താലാണ്. അല്ലെങ്കിൽ ഇവൻ തമാശ പറയുന്നു, ആർക്കും ചിരിക്കാൻ വരുന്നില്ല, എന്ത് ചെയ്യും? കൊമേഡിയൻസ് ഒക്കെ പണി പൂട്ടി പോണ്ടി വരില്ലേ? അള്ളാഹുവാണ് ചിരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ചിരിക്കാനുള്ള ആശ്വാസത്തിനുള്ള വക തരുന്നത് ആരാ? അള്ളാഹു ജല്ല ജലാലുവാണ്. അപ്പൊ റബ്ബുമായുള്ള നമ്മുടെ ബന്ധം കൊണ്ടാണ് നമ്മുടെ പുരയിൽ ആശ്വാസം ഉണ്ടാവുക. അള്ളാഹുമായുള്ള ബന്ധം കൊണ്ടാണ് നമ്മുടെ പുരയിൽ സമാധാനവും ചിരിക്കാനും നമുക്ക് ആശ്വസിക്കാനും വകയുണ്ടാവുക. അങ്ങനെയാണ്. അതുകൊണ്ട് രാത്രി പുരയിൽ യാസീൻ ഓതിയാൽ നേരം പുലരുന്നത് വരെ അവർക്ക് ആ വീട്ടിൽ അല്ലാഹു സന്തോഷത്തിലാക്കും.